നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE തീരുമാനങ്ങൾ കടുപ്പിക്കുകയാണ്. എക്സിറ്റ് പെർമിറ്റ് അതായത് ഔട്ട് പാസ് കിട്ടിയിട്ടും പൊതുമാപ്പ് അവസാനിക്കുന്ന ഒക്ടോബർ 31-നകം രാജ്യം വിടാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് UAE അറിയിച്ചു. മടങ്ങാത്തവരെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നാട് കടത്തും. UAE പൊതുമാപ്പ് കാലാവധി നീട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയീദ് അൽ ഗൈലി. കോടതികളിൽ പോലും നിയമ നടപടികളിൽ ഇളവ് നൽകില്ല. ഔട്ട് പാസ് കിട്ടിയിട്ടും പലരും രാജ്യത്ത് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ പൊതുമാപ്പ് കാലയളവിലും താമസം നിയമവിധേയമാക്കാതെ രാജ്യത്ത് താമസിക്കുന്നവരുടെ പേരിലുള്ള നിയമലംഘന പിഴ പുനഃസ്ഥാപിക്കുമെന്ന് ICPയിലെ റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുൽത്താൻ യൂസഫ് അൽ നുഐമി പറഞ്ഞു. മറ്റൊരു വാർത്ത കൂടി നോക്കാം. UAE സുപ്രീം സ്പേസ് കൗൺസിൽ രൂപവൽക്കരിക്കുന്നതിന് ക്യാബിനറ്റ് അംഗീകാരം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. കൗൺസിലിന്റെ അധ്യക്ഷനായത് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമായിരുന്നു. ബഹിരാകാശ സുരക്ഷയ്ക്കായുള്ള നയങ്ങൾ രൂപവൽക്കരിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു കൗൺസിലിന്റെ പ്രധാന ചുമതല. കൂടാതെ ബഹിരാകാശ മേഖലയിലെ സാങ്കേതിക വിദ്യകൾ തിരിച്ചറിയൽ, മേഖലയ്ക്കുണ്ടാവേണ്ട മുൻഗണനകൾ നിശ്ചയിക്കൽ, നിക്ഷേപം തുടങ്ങിയവയെല്ലാം കൗൺസിലിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ നയങ്ങൾ, ദേശീയ പദ്ധതികൾ ഇവ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി അവ ഏകോപിപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടി നിറവേറ്റുന്നുണ്ട്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. UAEയിൽ ചില ജോലി ഒഴിവുണ്ട്, അതിന്റെ വാർത്ത കൂടി ഒന്ന് നോക്കാം. കേരള സർക്കാർ സ്ഥാപനമായ ഒഡപെക് വഴി UAEയിലെ പ്രമുഖ കമ്പനിയിലേക്ക് നിയമനം. HVAC ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ കൺട്രോൾ ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് AC ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 2024 ഒക്ടോബർ 9 വാക്കിൻ ഇന്റർവ്യൂ നടത്തും. ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഡിപ്ലോമയും ചുരുങ്ങിയത് 2 മുതൽ 5 വർഷം വരെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന പ്രായപരിധി അസിസ്റ്റന്റ് തസ്തികയ്ക്ക് 25 വയസ്സും മറ്റുള്ള തസ്തികകളിൽ 35 വയസ്സുമാണ്. ആകർഷകമായ ശമ്പളമുണ്ട്. അതുകൂടാതെ താമസ സൗകര്യം, വിസ, എയർ ടിക്കറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സൗജന്യമായിരിക്കുമെന്ന് ഒഡപെക് പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കരാർ 2 വർഷമായിരിക്കും. പ്രൊബേഷൻ 3 മാസമായിരിക്കും. താല്പര്യമുള്ളവർക്ക് ബയോഡേറ്റ, പാസ്പോർട്ട്, വിദ്യാഭ്യാസ യോഗ്യതയുടെ പ്രവൃത്തി പരിചയത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം 2024 ഒക്ടോബർ 9 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് മുൻപായി ഒഡപെക് ട്രെയിനിങ് സെന്റർ ഫ്ലോർ 4 ടവർ 1 ഇങ്കൽ ബിസിനസ് പാർക്ക് അങ്കമാലി എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് അറിയിപ്പ്. വിശദ വിവരങ്ങൾക്ക് www.odepec.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഫോൺ നമ്പർ നോക്കാം. 047123294440. ഈ 40 പകരം 41, 42, 43, 45 എന്നീ നമ്പറുകൾ ചേർത്ത് വിളിക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ 7736496574 എന്നാണ്. ഒഡപെക്കിന് മറ്റ് ശാഖകളോ ഏജന്റുമാരോ ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് തട്ടിപ്പുകളിലൊന്നും പെടാതെ സൂക്ഷിക്കണം.